ഹായ് ഫ്രണ്ട്സ്, നാടൻ അടുക്കള യൂട്യൂബ് ചാനലിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു അച്ചാർ ഉണ്ടാക്കാൻ പോവാണ്, ചാമ്പയ്ക്ക അച്ചാർ. ഞാനിത് എല്ലാം ഒന്ന് കവറിനകത്ത് തന്നെ ഇരിക്കുന്നതേ ഉള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഇതിൻ്റെ അരിയൊക്കെ ഉണ്ടെങ്കിൽ എടുത്തൊന്ന് മാറ്റിയിട്ട് ചെറിയ ചെറിയ പീസുകളായിട്ട് നമുക്കൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ഇന്നലത്തെ വീഡിയോ ഒക്കെ ഏറെക്കുറെയൊക്കെ ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഒരാളൊരു കമൻ്റ് ഇട്ടിരുന്നു, വയമ്പ് കുട്ടികൾക്ക് കൊടുക്കുന്ന മരുന്നല്ലേന്ന്. അതേ, കുട്ടികൾക്ക് കൊടുക്കുന്ന നമ്മുടെ ഇവിടെ അങ്ങനെ തന്നെയാണ് പറയുന്നത്, വയമ്പെന്നാണ് പറയുന്നത്. പക്ഷേ ഈ മീനിന് വയമ്പെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം അങ്ങനെ ഒരു കമൻറ്റ് വന്നു. അപ്പം കമൻസ് അയച്ച രണ്ടുപേർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള സപ്പോർട്ടാണ് ആവശ്യം നമുക്ക്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കി ഒന്ന് എടുക്കാം. അപ്പോൾ നമ്മൾ ചാമ്പയ്ക്കൊക്കെ ഇതേപോലെ ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇനി നമുക്കതിനകത്ത് വേണ്ടുന്ന ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, അതേപോലെ തന്നെ പച്ചമുളക്, കട്ടക്കായം, കറിവേപ്പില, വെളുത്തുള്ളി, അതേപോലെ തന്നെ കടുക് വറക്കാനായിട്ട് ചുവന്നുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, ഇത്രയാണ് നമുക്ക് വേണ്ടുന്നത്. ഞാനൊരു ചട്ടിയൊക്കെ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചട്ടി ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കടുകും കൂടെ ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ അബദ്ധം പറ്റിയത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ മോള് പുറകിൽ വന്ന് പിടിച്ചപ്പോഴത്തേക്കിന് പെട്ടെന്ന് തെറ്റിപ്പോയതാണ്. അപ്പോൾ നമ്മൾ കടുകൊക്കെ പൊട്ടി നമുക്ക് കായം ഇട്ട് കൊടുക്കാം. കറിവേപ്പില, ഇഞ്ചി ചെറുതായിട്ടായിരുന്നു. അതിനുശേഷം വെളുത്തുള്ളി, പച്ചമുളക്, കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, കായം, കറിവേപ്പില, പച്ചമുളക് ഇതെല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി ഇത്രയും കൂടിയാണ്. ചെറുതായിട്ടൊന്ന് പച്ചമണം മാറേണ്ട ആവശ്യമേ ഉള്ളൂ. പച്ചമണം ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. വിനാഗിരി ഞാൻ ഒരുപാടൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, ഒത്തിരി പുളിയുടെ ആവശ്യമില്ല. കാരണം നമുക്ക് ചാമ്പയ്ക്കയും കുറവാണ്. ഇത് നമുക്ക് ചേർക്കണം. ചാമ്പയ്ക്ക ഇട്ട് കൊടുക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ രുചികരമായിട്ടുള്ള വളരെ ടേസ്റ്റോട് കൂടിയിട്ടുള്ള ചാമ്പയ്ക്ക അച്ചാർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതേപോലെയുള്ള പുതിയ പുതിയ നല്ല നല്ല വീഡിയോകളുമായിട്ട് നമുക്ക് നാളെ കാണാം. അതേപോലെ തന്നെ നമ്മൾക്കിപ്പോൾ ചൂട് സമയമൊക്കെയാണ്, നമുക്ക് ജ്യൂസുകളൊക്കെ കുടിക്കേണ്ട സമയമാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു ചാമ്പയ്ക്കായും വെച്ചൊക്കെ ജ്യൂസ് ഉണ്ടാക്കിയത് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ പോയി എല്ലാവരും ഒന്ന് കാണുക. ഇപ്പോൾ ചാമ്പയ്ക്ക കിട്ടുവാണെങ്കിൽ ഇതേപോലെയൊക്കെ അച്ചാറോ ജ്യൂസോ ഒക്കെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ വീണ്ടും പറയുകയാണ്, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വീഡിയോ കണ്ടുപോകാതെ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ നാളെ കാണാം.